എനിക്ക് രണ്ട് ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്. ആദ്യത്തെ ചോദ്യം, എന്തിനാണ് സാറിൻ്റെ പുറകെ ഇടി നടക്കുന്നത്? എന്തിനാണ് ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. ചോദിച്ചാൽ ഇടി എന്തിനാ എൻ്റെ പുറകെ നടക്കണെന്നാണ്. ഇടിയേ ഞാനെന്തെങ്കിലും അഴിമതി കാണിച്ചെന്ന് പറയുന്നില്ല കേട്ടോ. അഴിമതി വല്ലതും കാണിച്ചെങ്കിൽ ഇടി എന്നെ പിടിച്ച് ജയിലിലിട്ടത്. അഴിമതി, കള്ളപ്പണം വെളുപ്പിക്കൽ, ഈ കേസുകളിൽ പിടിച്ചാൽ പിന്നെ ജാമ്യമില്ല. ഇടിക്ക് ഇഷ്ടമുള്ളപ്പോൾ വിട്ടാൽ മതി എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവന്മാരെ എത്ര നോക്കിയിട്ടൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് എന്ത് പറഞ്ഞു, വിദേശത്ത് നിന്ന് കുറച്ച് വായ്പ എടുത്തിട്ടുണ്ട്. ആ വായ്പ എടുത്തപ്പോൾ അതിൻ്റെ ചട്ടം പാലിച്ചിട്ടില്ല. പാലിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ എന്നെ വിളിപ്പിക്കണേ. ഞാൻ പറഞ്ഞു അങ്ങനെ നോക്കാനൊന്നും വിളിപ്പിക്കാൻ പറ്റില്ല. ഞാൻ നടത്തിയ ചട്ടലംഘനം എന്താന്ന് പറഞ്ഞാൽ വരാൻ സാക്ഷ്യം. കേസായി കോടതിയും പറഞ്ഞത് പറഞ്ഞ ന്യായമല്ലേ. എൻ്റെ കുടുംബക്കാരുടെയും മക്കളുടെയും ഒക്കെ അക്കൗണ്ടും കാര്യവും കൊണ്ടു ചെല്ലുന്നു. ഞാൻ എന്തിനാ, എന്ത് കാര്യത്തിനാ? നിയമം ലംഘിച്ചിട്ടിങ്ങനെ പറ, എന്നാൽ നിങ്ങൾ വിളിപ്പല്ലേ. നിയമം ലംഘിച്ചു എന്ന് പറയുന്നില്ല, ഞങ്ങൾക്കൊന്ന് നോക്കണം. ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ത്യൻ ഭരണഘടന തരുന്ന പൗരാവകാശമുണ്ട്, നമ്മുടെ സ്വകാര്യതയുടെ അവകാശം. ഇടിക്ക് തോന്നുമ്പോൾ എത്തി നോക്കാനുള്ളതല്ലത്. കോടതിയും പറഞ്ഞ് ശരിയാണ്. അപ്പോൾ ഇടി തന്ന സമൻസൊക്കെ പിൻവലിച്ച് ബാലും ചുരുട്ടിപ്പോയിട്ടാണ്. പക്ഷെ ഡൽഹിയിൽ ഇരിക്കുന്നവർക്ക് ഇത് മനസ്സിലാവണില്ല. അവർ ചിന്തിക്കണമെന്നറിയോ, 80,000 കോടി രൂപയുടെ കാര്യമല്ലേ, എന്തെങ്കിലുമൊക്കെ നടന്നു കാണും. അതുകൊണ്ട് ഇഡിയോട് പറയണം, തപ്പി എവിടെയെങ്കിലും തടയും. ആ ഇടി തപ്പാൻ വരെയാണ്. ഞാൻ പോകുന്നു, വീണ്ടും കോടതിയിൽ പോയിരിക്കുകയാണ്. അപ്പൊ ചിലർ ചോദിക്കുന്നുണ്ട്, നിഷ്കളങ്കര്, എന്നാ ഈടെ പോയി ചോദിച്ചതിന് മറുപടി പറഞ്ഞത് അവസാനിപ്പിച്ചുകൂടെ? അത്ര നിഷ്കളങ്കരല്ല ഇഡി എന്ന് പറയുന്നത്. അവര് പ്രതിപക്ഷത്തുള്ളവർ മാത്രമേ പിടിക്കുള്ളൂ. കാല് മാറി കഴിഞ്ഞാൽ പിന്നെ അത് തീർന്നു. അങ്ങനെയുള്ള രാഷ്ട്രീയ പരിപാടിയാണ് ഇഡി ചെയ്യുന്നത്. അതുകൊണ്ട് ഇഡിക്കൊന്നും വഴങ്ങാൻ തീരുമാനിച്ചിട്ടില്ല. ഇനി ഇഡി വാശിക്ക് വിളിപ്പിച്ചാലോ, നമ്മുടെ ഈ മണ്ഡലത്തിലുണ്ടല്ലോ 7,000 കോടി രൂപയുടെ റോഡ്, പാലം, കെട്ടിടം ഇതൊക്കെ പണിതിട്ടുണ്ട്. 7,000 കോടി രൂപ. ഇനി അവർ സമൻസ് അയച്ചാൽ എല്ലാത്തിൻ്റെ മുന്നിൽ ഞാൻ ഫോട്ടോ ഒക്കെ വെച്ച്, ഇത് വേണോ, വേഗം കൂടി പോയോ, ഇതിപ്പോൾ തന്നെ ചെയ്യേണ്ടിയിരുന്നോ, മറുപടി പറ. ഞാൻ ജനങ്ങളോട് പറയാൻ പോണത്, ഇത് ചെയ്തതിനാണ് എൻ്റെ പുറകെ നടക്കുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയമായിട്ടൊരു വോട്ടെനിക്ക്, നമുക്കിതൊക്കെ വേണമല്ലോ, അത് പറയാൻ പോയേട്ടാ. അതുകൊണ്ട് നമുക്ക് പേടിയൊന്നുമില്ല, ഇടിയൊന്നും പേടിയില്ല. അവർക്ക് നമ്മൾ രാഷ്ട്രീയ ആയുധമായിട്ട് അവനെതിരായിട്ടുള്ള പ്രചാരണത്തിന് ഉപയോഗിക്കാൻ പോവുകയാണ്.